السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ ബർക്കത്തുണ്ടാകാൻ വളരെ മനോഹരമായി നമുക്ക് അറിയാവുന്ന ഈ ചെറിയ സൂറത്തിനെ പാരായണം ചെയ്യാം. ചെയ്യേണ്ട രൂപം, അതിന്റെ എണ്ണം, അതിന്റെ ഫലങ്ങൾ, അതാണ് ഞാനൊരു ഹദീസ് പറയലിലൂടെ ഇവിടെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ പോകുന്നത്. എല്ലാവരും അറിയാവുന്ന ഒരു ഹദീസാണെന്ന് കരുതുന്നു. ഇമാം ഹാഫിൾ അബു മുഹമ്മദ് ബിൻ ഹസൻ ബിൻ അഹ്മദ് സമർഖന്ദി റഹിമഹുല്ലാഹ് തങ്ങൾ നിവേദനം ചെയ്യുന്നു. അവരെ തൊട്ട് സമർഖന്ദി റളിയല്ലാഹു അൻഹു ഫി ഫളായിൽ ഖുൽ ഹുവല്ലാഹു അഹദിന്റെ ഫളായിൽ പറയുന്നിടത്ത് പറയുന്നു. ആരെ തൊട്ടാൻ? അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു എന്ന്. എന്താണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് മറ, ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു വട്ടം പാരായണം ചെയ്താൽ, ബൂരിക അലൈഹി, അവന് നല്ല ബർക്കത്തുണ്ടാവും. അവന്റെ കൈക്കും കാൽക്കും കണ്ണനും നാവിനും അവന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ബർക്കത്തുണ്ടാവും. ഒരു ഖുൽ ഹുവല്ലാഹു ഓതി ഒരു പണി തുടങ്ങാം. ബിസ്മില്ല, ഒരു ഖുൽ ഹുവല്ലാഹു ഓതാ. ആ പ്രവർത്തനത്തിൽ അവനിലൊക്കെ ബർക്കത്തുണ്ടാവും. അവൻ ഖറഅഹ മറതൈനി, ഒരാൾ 2 പ്രാവശ്യം ഒരു പണി തുടങ്ങുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ, ബൂരിക അലൈഹി വഅലാ അഹ്ലി ബൈതിഹി, അവനും അവന്റെ കുടുംബത്തിനും അല്ലാഹു ബർക്കത്ത് ചെയ്യും. അവൻ ഖറഅഹ സലാസ, ഇനി 3 വട്ടമാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ, ബൂരിക അലൈഹി, അവനും ബർക്കത്ത് കിട്ടും. വഅലാ അഹ്ലി ബൈതിഹി, അവന്റെ കുടുംബത്തിന്, വീട്ടുകാർക്ക് ബർക്കത്ത് കിട്ടും. വജീറാനിഹി, അവന്റെ അയൽപ്പക്കത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ആ വീട്ടുകാർക്കും അവന്റെ അയൽപ്പക്കക്കാർക്ക് ബർക്കത്ത് കിട്ടും. ഒമൻ ഖറഅഹ ഇസ്നൈഅശറ മറ, ഒരാൾ ദിവസവും 12 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ, ഒരു യാസീൻ ഓതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഒരു 12 ഖുൽ ഹുവല്ലാഹു ഓതുക. ഇസ്നൈഅശറ, അങ്ങനെ 12 ഖുൽ ഹുവല്ലാഹു അഹദ് ഒരാൾ ഓതിയാൽ, ഒമൻ ഖറഅഹ ഇസ്നൈഅശറ മറ, 12 പ്രാവശ്യം അതിനെ ഒരാൾ ഓതിയാൽ, ബനല്ലാഹു ലഹു ഫിൽ ജന്ന ഇസ്നൈഅശറ ഖസ്റാ, അവന് സ്വർഗത്തിൽ 12 മണിമാളികയെ അല്ലാഹു നൽകും. അവന് വേണ്ടി പണി കഴിപ്പിച്ചു വെക്കും. സുബ്ഹാനല്ലാഹ്. വമൻ ഖറഅഹ 20 മറ, 20 ഖുൽ ഹുവല്ലാഹ്, 20 ഖുൽ ഹുവല്ലാഹു അഹദ് ഒരാൾ ഓതിയാൽ, ദിവസവും അങ്ങനെ 20 ഖുൽ ഹുവല്ലാഹു, അല്ലാഹുവിന്റെ സിഫത്തുകൾ അടങ്ങിയ ആ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ, ജാഅ മഅൻ നബിയ്യീന ഹകദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടുവിരലും അതിന്റെ അടുത്തുള്ള ചൂണ്ടാണി വിരലും ചൂണ്ടി ഒന്നിച്ചു ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ ദിവസവും 20 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നവന്റെ ആ പ്രതിഫലമായിട്ട് പറഞ്ഞു, അവൻ വരും, 20 ഖുൽ ഹുവല്ലാഹു ഓതുന്നവൻ ആഖിറത്തിലേക്ക് വരുമ്പോ, മഅൻ നബിയ്യീന ഹകദാ, ഇതുപോലെ 2 വിരലുകൾ തമ്മിൽ അടുത്ത ബന്ധമുണ്ടല്ലോ, ഇതുപോലെ ആയിരിക്കും അമ്പിയാക്കളുമായുള്ള അവന്റെ ബന്ധം, ഇൻഷാ അല്ലാഹ്. വമൻ ഖറഅഹ 100 മറ, ദിവസവും 100 ഖുൽ ഹുവല്ലാഹു അഹദാണ് ഒരാൾ ഓതുന്നതെങ്കിൽ, ഗുഫിറ ലഹു ദുനൂബ 25 സന, അവന് അല്ലാഹു 25 കൊല്ലത്തെ ദോഷങ്ങൾ ഒറ്റയടിക്ക് പുറത്തു കൊടുക്കുകയാണ്. ഇല്ലദ്ദൈനവദ്ദമോ, ആരെങ്കിലും കടം കൊടുത്ത് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഒഴികെ, അതുപോലെ ചോര ചീന്തിയിട്ടുണ്ടെങ്കിൽ ഒഴികെ, കൊലപാതകം പോലുള്ള പാതകങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒഴികെ, അതൊഴിച്ച് ബാക്കി എല്ലാ ദോഷവും അല്ലാഹു പുറത്തു കൊടുത്തുപോയി. വമൻ ഖറഅഹ 100 മറ, ഒരാൾ ദിവസവും 100 ഖുൽ ഹുവല്ലാഹു ഓതുന്ന പതിവ് അവന്റെ 50 വർഷത്തെ ദോഷം പുറത്തു കൊടുക്കും എന്നും പറയുന്നുണ്ട്. ഒരാള് 100 വട്ടം ഓതുകയാണെങ്കിൽ 25 വർഷത്തെ എല്ലാ ദോഷവും എന്നൊരു ഹദീസ്. അതുപോലെ 50 വർഷത്തെ ദോഷവും അല്ലാഹു പുറത്തു കൊടുത്തു.
അങ്ങനെയും ഉണ്ട്. ഒമൻ ഖറഅഹാ 400 മറ, 400 വട്ടമാണ് പറയുന്നതെങ്കിൽ. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഹദീസ്. 200 വട്ടം ദിവസം ഓതുന്നെങ്കിലാണ് 50 വർഷത്തെ ദോഷം പുറത്തു കൊടുക്കുക. അവിടെ ചെറിയ പിഴവുണ്ടാവണം. ഖസീനത്തുൽ അസ്റാറിന്റെ 160 പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്, അവസാന ഭാഗം. എന്തോ അച്ചടിപ്പിശക് ഉണ്ടാവണം. 2 പ്രാവശ്യം 100 വട്ടം എന്ന് പറയും, 2 തരത്തിൽ വരില്ലല്ലോ. ഏതായാലും 200 വട്ടം ഓതിയാൽ അങ്ങനെ ആയിരിക്കണം. ഏതായാലും 50 വർഷത്തെ ദോഷങ്ങൾ പുറത്തു കൊടുക്കും. ഇനി 400 വട്ടമാണ് ഓതുന്നതെങ്കിൽ കാനല വജ്റ 400 ഷഹീദ്, അള്ളാഹുവിന് വേണ്ടി ശരീരം അറുക്കപ്പെട്ട് രക്തം ചീന്തി മരിച്ച 400 ഷഹീദുകളുടെ കൂലിയാണ്. ഈ ദിവസവും 1000 ഖുൽ ഹുവല്ലാഹു അഹദ് ഒരാൾക്ക് ഓതാൻ പറ്റുമോ? അങ്ങനെ പറ്റിയാൽ ഒമൻ ഖറഅഹാ 1000 മറ, അവൻ 1000 വട്ടം ദിവസം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ലം യമുത് ഹത്താ യറാ മഖഅദഹു ഫിൽ ജന്നാ, സ്വർഗത്തിൽ അവന്റെ ഇരിപ്പിടം അവൻ കാണാതെ അവൻ മരിക്കൂല. മരിക്കുമ്പോ സ്വർഗത്തിൽ അവന്റെ സ്ഥലം അല്ലാഹു കാണിച്ചു കൊടുക്കും. ജീവിതത്തിൽ 1000 എന്നാകാം, അതല്ല ദിവസവും 1000 എന്നാകാം. ഇതിന്റെ വിശദീകരണം നോക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഹദീസ് ഡയറക്റ്റ് വായിച്ചു തന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള അറിവുകൾ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നു. അല്ലാതെ നമ്മൾ വലിയ അസ്മാവിന്റെ ചികിത്സകനോ മന്ത്രവാദിയോ വിചാരിക്കുന്ന പോലെ വലിയ ഒരു സ്വാലിഹായ മനുഷ്യനോ അല്ല. നമ്മൾ ഈ ഇൽമ പറയുന്നു. ഇൽമ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നു. ഈ ചാനലിൽ അൺലൈക്ക് അടിക്കുന്ന ആളുകളുണ്ട്, ഭീഷണിപ്പെടുത്തുന്ന ആളുകളുണ്ടാവാൻ ചാനലിലെ ഉസ്താദുമാർ. അതൊക്കെ ഇങ്ങനെയുള്ള ഇൽമുകൾ പറയുന്നതിനെ തടസ്സപ്പെടുത്താനും ഇൽമ മുടക്കാനും കാരണമാകും. അപ്പൊ അള്ളാഹുവിന്റെ കോടതിയിൽ ഇൽമ മുടക്കിയ തെറ്റ് അവനും ഉണ്ടാവും. അവിടെ ഇരുന്നോട്ടെ ഒരു ചാനല് എന്ന നിലക്ക് ചാനലുകൾ പ്രോത്സാഹിപ്പിക്കാമെന്നല്ലാതെ റിപ്പോർട്ട് അടിക്കാനോ അൺലൈക്ക് അടിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്താനോ വരുന്നത് അത്ര നല്ലതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ പ്രചരിപ്പിക്കാൻ കൂടെ നിൽക്കുന്നവർ, തെറ്റുകൾ മാപ്പാക്കി കുറവുകളെ കണ്ടില്ലെന്ന് നടിച്ച് സ്നേഹബുദ്ധിയാ കൂടെ നിൽക്കുന്നവർ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും, പ്രത്യേകിച്ച് ഉമ്മമാർ, സഹോദരികൾ എല്ലാവർക്കും അല്ലാഹു ബർക്കത്തിനെ ചൊരിയട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ നമ്മൾ ചെയ്യും. നിങ്ങളും നമുക്ക് ദുആ ചെയ്യണം. എല്ലാവരും അള്ളാഹുവിന് വേണ്ടപ്പെട്ടവരാണ്. നമ്മൾ വലിയ ആളായിട്ട് നമ്മൾ ദുആ ചെയ്യും എന്ന് പറഞ്ഞതല്ല. എല്ലാവരും പരസ്പരം ദുആ ചെയ്യണം. ആരുടെ ദുആ സ്വീകരിക്കപ്പെടുക എന്നറിയില്ല. ഏത് മുത്തിലാണ് ഏത് ചിപ്പിയിലാണ് മുത്തുള്ളതെന്നറിയില്ല. ഏതിലാണ് ഡയമണ്ട് ഉള്ളത് എന്നറിയില്ല. ഏതിലാണ് മരതകമുള്ളത് എന്നറിയില്ല. ഇതൊക്കെ വലിയ വിലയുള്ള മുത്തുകളുടെ പേരാണ് പറഞ്ഞത്. ഏതായാലും മുത്തായാലും കരളായാലും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ആരാണ് മഖ്ബൂൽ എന്ന് അറിയില്ല. നമ്മുടെ മക്കിയം പരിപാടി വലിയ സംഭവമായിട്ട് പറയല്ല. അതില് നമ്മൾ ദുആ ചെയ്യും. 1 മിനിറ്റ് ദുആ ആണെങ്കിലും 1000 ആമീൻ പറയുമ്പോൾ അത് കബൂലായാൽ നമ്മുടെ കാര്യങ്ങൾ സഫലമായി. നമ്മുടെ ഖമറുള്ളി ചാനലിലെ മക്കിയം ഓൺലൈൻ പരിപാടി ദുആ മജ്ലിസ് 1000 ആമീനിന്റെ അകമ്പടിയോടെ നമ്മൾ അസ്മാവും മറ്റുമൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുന്ന സദസ്സ് ഇപ്പോൾ തന്നെ നിങ്ങളും ജോയിൻ ആവുക. എന്റെ ചാനൽ ഖമറുള്ളി മീഡിയ ഇസ്ലാമിക് സ്പീച്ച്, അത് സെർച്ച് ചെയ്ത് ക്യൂ എന്ന അക്ഷരം കൊണ്ട് ഖമറുള്ളി എന്ന് അടിച്ച് സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മഖ്ബൂലീങ്ങളിൽ പെടുത്തട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.